പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ താനൂര് ഹാർബറിലാണ്. ഹാർബറിൽ നമ്മൾ കയറുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും ബോട്ടിൽ കയറും, അതുപോലെ തന്നെ മീനിൻ്റെ വിൽപ്പനയെ പറ്റി ചോദിക്കും. എന്താണെന്ന് പറയാൻ പറ്റില്ല. ആയിട്ട് ഇവിടെ എത്തിയതാണ്. എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും പോയി നോക്കാം. ഓക്കെ. ഇല്ല, കൊടുക്കില്ല. ഇത് വല പൊട്ടിയതാണ്, ഡാമേജ് സംഭവിച്ചാണ്. ഇവര് വല വീശിയ സമയത്ത് അത് തുണിയിൽ പോകുന്ന ആളുകൾ തന്നെയാണ് ഇവര് ഇത് ക്ലിയർ ആക്കി. തോണിയിൽ പോണ പിള്ളേര് സ്രാങ്കിനെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് പിള്ളേർ കളിയാക്കാണ്, അവര് പരീക്ഷിക്കാണ്. ഇപ്പം മക്കറാക്കാന്നൊക്കെ നമ്മളെ നാട്ടിൽ പറഞ്ഞ മാതിരി. ഞാനേ അതെടുത്ത് സ്പീഡായിക്കോട്ടെ. ലോക്ക്ഡൗണിന് ശേഷം ഒരു ആദ്യമായിട്ട് പോയ സമയത്ത് ചെറിയ മീനിനുള്ള വലയാണിത്. അതിട്ട സമയത്ത് വലിയ ഒഴുക്ക് സംഭവിച്ചുകൊണ്ട് പല ഡാമേജ് ആയതാണെന്ന് അവർ പറഞ്ഞത്. അത് വൈകി വരുന്ന വീഡിയോയിൽ അവർ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അത് അവർ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് താനൂരാണുള്ളത്. താനൂര് ഹാർബറിൽ നമ്മളൊരുപാട് സഹോദരന്മാർ ഇവിടെ ഉണ്ട്. അവർ വല തുന്നേണ്ട പരിപാടിയിലാണ്. നിങ്ങളെ പേരെന്തേന്? പാടിയടാ. ചെയ്ത് മുഹമ്മദ് അലി ഷിയാബ്താങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അമ്മയിൽ നിന്നുള്ള ബോട്ടാണത്. അവരിനി ബോട്ട് ഇവിടുന്ന് പുറപ്പെടണമെങ്കിൽ ഈ വലയൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. ബോട്ട് അമൽ, ബോട്ട് അമലിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ പോയിനെ അന്ന് പോന്നിക്കാം പോയി വന്നാ എന്താ കിട്ടിയെന്ന്? വല കുറച്ച് പണിയായി, നമ്മളിങ്ങോട്ട് തിരിച്ചു വന്ന വല പണിയായി. വലപ്പണിയിലാണ് ഇപ്പം എല്ലാവരും ഉള്ളത്. വല കഴിഞ്ഞ വ്യാഴ്ചൻ്റെ ഒന്ന് പൊളിഞ്ഞതാണ്. വല നെത്തല് വലാണിത്. അപ്പോൾ വെള്ളം വരിക്ക് വല പൊളിഞ്ഞു പോയതാണ്. ഇന്നത്തോട് ഇൻഷാല്ലാ രാത്രിയോട് കൂടെ പണി കഴിയും. നാളത്തോടെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും നമ്മളെ പണി. വല നമ്മൾ തന്നെ ചെയ്യല്? അതെ, നമ്മളെ ആൾക്കാർ നമ്മളെ പണിക്കാരാ. 10-40 ആൾക്കാരുണ്ട്. അമല് പച്ചപ്പട ഹരിത പതാക നെഞ്ചിലെത്തിയ ആൾക്കാരാണ് എല്ലാവരും. അതാണ് പച്ചക്കൊടി ഉണ്ടല്ലോ നിങ്ങള്. നിങ്ങളെ പേരെന്തേന്? ഇത് നമ്മളെ ചെറിയ നടത്തിപ്പാരന് മൂപ്പര് എന്താണ് പറഞ്ഞത് അതിനനുസരിച്ചിട്ടാ വെള്ളം പോവുള്ളൂ. ആള് കരക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മളെ അമീർ എന്നൊക്കെ പറഞ്ഞ പോലെ കഫീല് അറബി നമ്മളെ സ്രാങ്ക് ഇതാണ് വെള്ളത്തിന്റെ ഈ തലയിൽ കെട്ടിയിരിക്കുന്നത് കറുപ്പ് ഷർട്ട്. മൂപ്പര് ഇതിനനുസരിച്ചിട്ടാണ് വെള്ളത്തിന്റെ ചലനം കിട്ടണൊക്കെ. ശരി ശരി.
ബോട്ട് കീരെ തരക്കടില്ലാന്നുണ്ട്. നമ്മളെ തോണി കയറണ്ട. ഒറ്റ മിനിറ്റ് ഞാൻ പിടിച്ചുതരാം. നിങ്ങൾ കയറിക്കോളൂ. നിങ്ങളൊന്ന് സേഫായി കയറി. എവിടെ കുഴപ്പമില്ല. എന്താണ് നിങ്ങള് നമ്മളെ കോടി കണ്ട് കയറിയതാണ്. നമ്മളിപ്പോ ബോട്ട് കയറിയിട്ടുണ്ട്. അമൽ താന്നൂരില്. ഇതാണ് നമ്മളെ രണ്ട് കാരിയർ തോണികളാണിത്. ഇതിലിപ്പോ നമ്മള് മീൻ കുടുങ്ങി കഴിഞ്ഞാല് നമ്മള് ഈ കാരിയറൊക്കെ നമ്മളെ മീൻ മാറ്റിയിട്ട് ഈ വഞ്ചി ഹാർബറിലോട്ട് വരും. നമ്മള് ചിലപ്പോ വരുള്ളൂ. ഇതിനങ്ങോട്ട് വിടും. പിന്നെ നമ്മള് വല കോരിയും പിന്നെ മീനുണ്ടെങ്കിൽ ഇവർ നമ്മളെ റിട്ടേൺ അങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് വരും. അപ്പൊ നമ്മളെ ഹാർബറിൽ എല്ലാവരും ഇപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞ എല്ലാവരും സൈഡായി ഇവിടെ. എല്ലാ വെള്ളക്കാരും ഇവിടെ ഈ വെള്ളത്തിന് ഇതിന്ന് മാറ്റൂല ഇതിക്ക്. അപ്പൊ നമ്മള് വല കോരി കഴിഞ്ഞാല് മീന് നമ്മള് വല പിടിച്ച് ചുരുക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മള് മീനാണ്ട് മാറ്റിയിട്ട് ഇത് നമ്മള് കരക്ക് വിടും. പിന്നെ എല്ലാരും കൂടെ വരുന്ന സമയത്ത് നമ്മളും കരക്ക് വരും. എത്ര ദിവസം നിങ്ങള് പുറംകടലുണ്ടാവും? ഇല്ല, അങ്ങനെ പുറംകടലിൽ നമ്മള് സുബഹിസ്കരിച്ചിട്ട് പോകും. സുബഹിസ്കരിച്ചിട്ട് പോയിട്ട് ചിലപ്പോ ദൂറിന്റെ സമയത്ത് വരും, ചിലപ്പോ അസറിന്റെ സമയത്ത് വരും. മീനിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. മീൻ എത്രത്തോളം നമ്മളെ ഇതാക്കണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോ നേരം വൈകി വരും. ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും കാലാവസ്ഥ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ഇതെങ്ങനെയാണെന്നുള്ള. അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ രാവിലെ തന്നെ വരും. ലോക്ക്ഡൌണിനൊക്കെ എങ്ങനെ ഉണ്ടായി? നിങ്ങള് പുറത്ത് പോകാൻ പറ്റിയില്ലല്ലോ? 1.5 മാസമായിട്ട് എല്ലാരും വളരെ പട്ടിണിയൊന്നുമില്ല. പക്ഷെ നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഡൗൺ ആയിരിക്കും. പണിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല ആർക്കും. ഇപ്പൊ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4-5 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച പണിക്ക് പോയത്. വ്യാഴാഴ്ച നമ്മളെ വലക്ക് കുറേ ട്രബിളായി. വെള്ളം വലിയിൽ വല പൊളിഞ്ഞു പോയതാണ്. വെള്ളത്തിന് ഒഴുക്ക് ശക്തിയാവും. താഴെ കൂടെ വെള്ളം ഒഴുക്ക് ശക്തിയാവുമ്പോൾ ഇത് മെത്തല് വലയാണ്, ചെറിയ വലാണിത്. ഇതുപോലുള്ള ഇത് വലിയ വല. ഇതില് മെത്തലിന് കോരണ വല. മെത്തല് ചെറിയ മെത്തലുണ്ടല്ലോ, നമ്മള് കണ്ട മീനതാ, അതിനുമായിട്ടുള്ള സ്പെഷ്യൽ വലാണിത്. ആ മീനിക്ക് നമ്മൾ ഈ വലയിട്ട് കോരി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതില് മൊത്തത്തിൽ അടിച്ച് കിട്ടും, നമുക്ക് തന്നെ പണിയാവും. അതിനുള്ള സ്പെഷ്യൽ വലാണിത്. നമ്മള് മറ്റുള്ള മീനുകൾക്ക് അടിക്കുന്ന മത്തി, അയില, മറ്റുള്ള എല്ലാ മീനുകൾക്കും ഈ വലയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതിന് പ്രത്യേകത എന്താ? കുറച്ച് വല വലുതാവൂല? ഇത് കുറച്ച് വല വലിയ വലാണിത്. അതിന്റെ കണ്ണി, ഇതിന്റെ കണ്ണി അത് ചെറിയ കണ്ണിയാണ്. വലിയ കണ്ണി നിങ്ങൾക്ക് കാണുന്നത് കണ്ടില്ല. മറ്റേ പറ്റ ചെറുതാണത്. പിന്നെ ഇതാണ് അസർഫാക്ക, നമ്മളെ കാരിയറിന്റെ മെയിൻ ആളാണ്. ഈ 2 കാരിയറിനെ നടത്തിപ്പേരെ മൂപ്പരാണ്. മൂപ്പര് പറഞ്ഞതനുസരിച്ച് ഈ കാരിയർ പോലും വരില്ല. ആളെ കയ്യിലെ ഫോണുള്ളത്. നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മീനായിട്ട് നമ്മൾ ഇങ്ങോട്ട് അയക്കും. നമ്മളവിടെ വല ഒരു മീനായി കഴിഞ്ഞാൽ ഈ വലിയിൽ നിൽക്കാൻ പറ്റൂല, കുഴപ്പമില്ല. ഇന്നത്തെ ശനിയാഴ്ച അടിപൊളിയായിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. അതെല്ലാം അതിൻ്റെ വയർലെസ് സംവിധാനങ്ങളൊക്കെ അത് വിചാരിച്ച മാതിരൊന്നല്ല, ഇത് വലിയ സംഗതിയാണ്. ക്യാമറ വെള്ളത്തിന്റെ ഇതിലിപ്പോ നമ്മൾ ഓടി പോകുമ്പോൾ മീൻ ഇങ്ങനെ വരുന്ന നമുക്ക് കാണാൻ പറ്റും. മീൻ ഏതൊന്നും ഒരു കളർ പച്ച കളറിലായിട്ട് ചുവപ്പ് കളറിലായിട്ട് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളത്തിനെല്ലാം നിർത്തിയിട്ട് നമ്മൾ വല കൂരി കൊടുക്കും. ഇത് പിന്നെ നമ്മള് വയർലെസ് ആണ്. ഇതിലിപ്പോ നമ്മള് ബേപ്പൂർ മുതൽ നാട്ടിലുള്ള മൊത്തം വെള്ളക്കാരായിട്ട് നമ്മൾ ഇതിലൂടെ കോണ്ടാക്ട് ചെയ്യും. ഇതിലൂടെ നമ്മള് ഇത് പോലീസുകാർ, നമുക്ക് പോലീസുകാർക്കും വിളിക്കതില്ല. നമ്മള് ഇവിടെയുള്ള പോലീസുകാരുണ്ടല്ലോ, കോസ്റ്റ് ഗാർഡിനായിട്ട് നമുക്ക് ഇതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പുറം കടലിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ഇതിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ GPS ആണിത്. GPS എന്ന് പറഞ്ഞാൽ നമ്മൾ പുറം കടലിൽ കൂടി നമ്മൾ കരയൊന്നും മനസ്സിലാവണില്ലെങ്കിൽ അതിൽ നമ്മൾ GPS സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സിസ്റ്റങ്ങളും മനസ്സിലാകാൻ കഴിയും. ഇത് ക്യാമറ ഉണ്ടല്ലോ നിങ്ങള്, ഇതാണ് ക്യാമറ. മനസ്സിൽ ഓൺ ആയിക്കാണ്. ഒരു മിനിറ്റ് ചേട്ടാ.
ഇതാണ് ക്യാമറ. നല്ല വില ഉണ്ട് ഇതിന്. ഇത് 19,000 രൂപ വില ഉണ്ട്. 19,000 രൂപ മേലെ ഉണ്ട് ഇതിന്റെ വില. ക്വാളിറ്റി കൂടിയതുകൊണ്ട് ഇതിപ്പോ എല്ലാവരും കടലിൽ മൊത്തത്തിൽ എല്ലാവരും യൂസ് ചെയ്യണ ഈ സാധനമാണ്. ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ കാണില്ല നിങ്ങള് നമ്മള് കടലിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ താഴോട്ട് വരും, ഇതിലൂടെ ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് ആയിരിക്കും. ഇതിപ്പോ നമ്മള് കടലിൽ ഓടി പോകുമ്പോൾ ഇത് താഴേക്ക് എത്തും, ഈ ഭാഗം മുകളിലേക്ക് ആവും. അപ്പോൾ നമ്മൾ മീൻ വരുന്ന നമുക്ക് കാണാം. നമ്മളതിനനുസരിച്ചിട്ട് വലയൊക്കെ കോരിയിട്ട് നമുക്ക് മീൻ എന്താണെന്ന് മനസ്സിലാവും ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ. സിസ്റ്റം ഒക്കെ മനസ്സിലാവും, ഫുള്ള് എടുക്കാൻ പറ്റില്ല. സിസ്റ്റം മനസ്സിലാവും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു ക്ഷണം കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം വരപ്പം മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ പോകും. മഷൂദും ടീമും നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഒരു ദിവസം അടിച്ചു പിടിക്കാമല്ലോ. നിങ്ങൾ ഫുഡ് കഴിച്ചാ? ഓ ഞാൻ കഴിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വരാം. മത്സ്യത്തൊഴിലാളി കഷ്ടപ്പാടോടെ ജീവിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പാടാണ് ജീവിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും ഭാരം പൊളിഞ്ഞ് കഷ്ടപ്പാട്. നിങ്ങളെന്തേ പറഞ്ഞേ? പറയാനൊക്കെ നമ്മളിതാ മത്സ്യത്തൊഴിലാളികള് 4 മണിക്ക് പോണ്, 12 മണിക്ക് വരുന്ന പല പണിയെടുക്കുന്നു. പട്ടീനെങ്കിൽ പട്ടീന് എന്ത് ചെയ്യാൻ? മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ വലിയ പ്രയാസമാണ്. അതുപോലെ പല സമയങ്ങളിലും സന്തോഷമൊക്കെ നമ്മളോട് പങ്കുവെക്കെങ്കിലും അവിടെ കാര്യങ്ങൾ വലിയ ബേജാറാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് പോവാം. ഇവിടെ നല്ല ഈ ഹാർബറിൽ ചൂണ്ടലിടുന്നുണ്ട്. നല്ല മീനൊക്കെ ഇവിടെ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇനി പോകുന്നത്. മീനൊക്കെ കിട്ടുവച്ചിട്ട് വന്നൊക്കെയാണ് സംഗതി. മീനൊക്കെ ഉണ്ട്, നമുക്ക് കിട്ടുന്ന കാര്യത്തിലാണ് അമാന്തം. അവിടെ ഒരിങ്ങനെ ലേലൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ കോവിഡ് സാഹചര്യത്തിൽ കുറച്ചൊരു സ്ട്രിക്റ്റോട് കൂടിയാണ് സംഗതികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് വല്ലാതെ അത് നമുക്കാണ് കയറി നിരങ്ങാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ സംഗതി. ഇയാളെ മനസ്സിലായി ഞങ്ങൾക്ക്? ഇത് നമ്മളെ കബീർ സാഹിബാണ്, നമ്മളെ ട്രാവൽ വ്ളോഗിൽ നമ്മളെ സന്തത സഹചാരി. മൂപ്പർക്ക് ഈ ചൂണ്ടലിടല് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ മൂപ്പര് ആ പണിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും മിക്കവാറും വലിയ ചെമ്പങ്കിരിയൊക്കെ കിട്ടുമെന്ന് നോക്കി. എന്താ കിട്ടണമെന്ന് നോക്കുക. ഏതായാലും കിട്ടീൻ്റെ ശേഷം നമുക്ക് ഓട്ടോ വിളിച്ചാൽ ഞങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഇതിനാണ്ടിക്ക്. ഏതായാലും ആരും ബേജാറാണ്ട. എറിഞ്ഞോളി. സംഗതി കിട്ടി ഇങ്ങനെ ആക്കി. ഏതായാലും സംഗതി കായ് മുതലായിക്കണം മക്കളെ. എന്ത് പറയുന്നു മീൻ കിട്ടിയതിനെ പറ്റി പറയൂ. വലിയൊരു സാഹസികമായിട്ട് തന്നെയാണ് ഞാൻ ഈ മീനിനെ പിടിച്ചത്. ശരി, സത്യമായിട്ട് അതൊരു വലിയൊരു മൽപ്പിടുത്തം തന്നെയായിരുന്നു. അങ്ങോട്ടും വലി ഇങ്ങോട്ടും വലി. ഏതായാലും നല്ല ഒരു കബീർ സാഹിബ് മീനൊക്കെ പിടിച്ച് ആഘോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ആളെ കാണുന്നത്. നല്ല എമൗണ്ടൊക്കെ മുതൽ മുടക്കിയിട്ടുള്ളൊരു ചൂണ്ടലൊക്കെയാണ് ഇയാളെ കയ്യിലുള്ളത്. വില ചോദിച്ചപ്പോൾ ഏകദേശം 4000 ചില്ല രൂപൻ്റെ ചൂണ്ടലാണ്. ഈ തിരൂരിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. ഉക്കയിൽ ഭാഗത്ത് ഈ ചൂണ്ടൽ
പാകം കിട്ടുന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. കണ്ടില്ലേ, ഒറ്റ നല്ല സുഖമാണ് ഇത് ചൂണ്ടിലിടാൻ.